പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും എഫെസോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിവുള്ള അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധന്യയായ വിശുദ്ധ കൂദാശയുടെ ഫ്രാൻസിസ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ എല്ലാ അപകടങ്ങളിലും അവളെ സഹായിക്കുകയും സാത്താൻ്റെ കുടിലതകളെ കുറിച്ച് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതായും ഉറപ്പിച്ചു പറയുന്നു. ഒരാത്മാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടരുത്, നിന്നെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. മറ്റൊരാത്മാവ് അവൾക്ക് ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ നിനക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നു. ഒരാൾ ഞങ്ങളെ ഓർക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവനെ ഓർക്കുകയും അവനു വേണ്ടി ദൈവ തിരുമുൻപിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. ദൈവത്തെ വേണ്ട വിധം സേവിക്കുവാനുള്ള വരദാനവും യോഗ്യമായ ഒരു മരണവും അവന് നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രത്യേകമായി അപേക്ഷിക്കും. വിചിന്തനം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ എത്ര നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് സഹായം ഉദാരമനസ്കരായി ഈ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുക. വിശ്വസ്തരായ ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഭൂമിയിലിരുന്നു കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുദ്ധീകരണത്തെ ആത്മാക്കൾ ഏറെയാണ്. നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലികൾക്ക് അതിന് ഏറെ ശക്തി പകരുന്നു. ഗാഗുൽത്താ മലയിൽ സത്യദേവമായ ഈശോ മിശിഹ തന്നെ ബലിയായി നിത്യപിതാവിന് സമർപ്പിച്ചു. ഈ ബലിയും തിരുസഭയിൽ നടത്തപ്പെടുന്ന ദിവ്യബലിയായ കുർബാനയും തമ്മിൽ വളരെ ഒന്നും അന്തരമില്ല, യാതൊരു വ്യത്യാസവും കാണുന്നില്ല. രണ്ടിലും പ്രധാന കാർമ്മികൻ ഈശോ മിശിഹ തന്നെ. ഒരു പ്രതിപുരുഷന്റെ സ്ഥാനമേ വൈദികനുള്ളൂ. ഇതുകൊണ്ടാണ് കുർബാനയുടെ ഫലത്തിന് അറുതിയില്ലെന്ന് പറയുന്നത്. ഈ ദിവ്യബലിയില്ലായിരുന്നു എങ്കിൽ ലോകത്തെ അതിൻ്റെ അവർണ്ണനീയമായ പാപം മൂലം പണ്ടേ ദൈവം നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവാനുഗ്രഹവും പാപപരിഹാരവും നിരവധിയായി നൽകുന്ന ദിവ്യപൂജയിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കുകൊള്ളുന്നതായാൽ അത് നമുക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും എത്രയോ പ്രയോജനകരമായിരിക്കും. ദിവ്യപൂജ ചൊല്ലിക്കുന്നതിനും എല്ലാവർക്കും ഒരുപോലെ എളുപ്പമല്ല. എന്നാൽ കാണുന്നതിന് എന്താണ് പ്രയാസം? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് കുർബാന ചൊല്ലിക്കുന്നതിന് ശക്തിയില്ലാത്തവർ അതിനെ കണ്ടുകൊണ്ടെങ്കിലും അവരെ സഹായിക്കേണ്ടതാണ്. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസത്തേക്ക് അവർക്ക് വേണ്ടി കുർബാന കാണും. പിന്നെ അവരെ തീരെ വിസ്മരിച്ചു കളയുന്നു. വിശ്വാസികൾ സാമാന്യമായി കുർബാന കണ്ടിട്ടേ മറ്റു ജോലിക്ക് പോകാറുള്ളൂ. ഇങ്ങനെ എല്ലാവരും ചെയ്താൽ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് എത്രയോ ആശ്വാസമായിരിക്കും. നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവനും പ്രതീക്ഷയുമായ ഈശോയെ, അങ്ങ് ലോകത്തെ വിട്ടുപിരിയുന്ന സമയങ്ങളിൽ അങ്ങ് തിരുശരീരത്തെയും തിരുരക്തത്തെയും ഞങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങളായിട്ട് തന്നരുളുന്നതിന്
തിരുമനസ്സായല്ലോ. ഇതിൻ വണ്ണമുള്ള അങ്ങേ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദയ ചെയ്യണമേ. വിശേഷമായി മറ്റൊരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികമായി അനുഗ്രഹിച്ച് എല്ലാവരെയും നിത്യായുസിൻ്റെ ഉറവയായിരിക്കുന്ന അങ്ങേ പക്കൽ ചേർത്തുള്ളണമേ. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തുള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മശുദ്ധിക്കായി പ്രവർത്തിക്കുന്ന ദിവ്യബലി അർപ്പിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ബന്ധുമിത്രാദികളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.